ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചുമ്മാ നടക്കാനായി പോയതാണ്. നമ്മൾ പാർക്കിലേക്കാണ് പോയത്. അവിടെ കണ്ട കുറെ എക്സസൈസ് ചെയ്യാനുള്ള എക്വിപ്മെന്റ്സ് ആണിത്. നമ്മൾ നേരത്തെ ഈ പാർക്കിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ ഈ എക്വിപ്മെന്റ്സ് ഒക്കെ കാണുന്നത്. സോ ഞങ്ങൾ അതിൽ കയറി ഇരുന്ന് ചുമ്മാ എക്സസൈസ് ഒക്കെ ചെയ്ത് നോക്കി. അതിനുശേഷം ഞങ്ങൾ പോയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ നിറയെ ആപ്പിൾ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു ഗൈസ്. അവിടെ വെറൈറ്റി ഓഫ് ആപ്പിൾസ് ഉണ്ടായിരുന്നു ഗൈസ്. ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, പിന്നെ പല പല പാകത്തിനുള്ള ആപ്പിൾസ്, വിളഞ്ഞതുണ്ടായിരുന്നു, വിളയാത്തതുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും അത് ഏകദേശം പഴുക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരുപാട് പിക്ക് ചെയ്യരുത്, 1-2 എണ്ണമൊക്കെ പിക്ക് ചെയ്യാം. കാരണം എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് ആ പാർക്കിൽ വെച്ചിരിക്കുന്നതാണത്. സോ ഞങ്ങൾ പോയിട്ട് അതിൽ നന്നായിട്ട് പഴുത്ത ഒരു ആപ്പിൾ നോക്കിയിട്ട് പിക്ക് ചെയ്ത് ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ആപ്പിള് മരം ഇത്ര അടുത്ത് കാണുന്നതും അതിൽ നിന്ന് എനിക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് പോയി നല്ലൊരു ആപ്പിൾ നോക്കിയിട്ട് പിക്ക് ചെയ്തു. സോ അതിന്റെ വീഡിയോയും ഞാൻ എടുത്തു. ഇത് അവിടെ കണ്ട വേറൊരു ട്രീ ആണ്. ഇതിൽ എല്ലാം പച്ചക്കാണ് നിൽക്കുന്നത്, ഒന്നും പഴുത്തിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നു പീച്ചാണോ പ്ലം ആണോ എന്ന് കറക്റ്റ് അറിയത്തില്ല. പച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇതിൽ ഒരു ഫ്രൂട്ട് മാത്രം പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞങ്ങൾ സൂം ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം ഗൈസ്. പിന്നെ അവിടെ കുറെ വൈൽഡ് ബെറീസ് ഉണ്ടായിരുന്നു. വൈൽഡ് ബെറി, ബ്ലാക്ക് ബെറി ഉണ്ടായിരുന്നു, അതുപോലെ റാസ്ബെറി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ബ്രിഡ്ജ് പോലെ ഇരിക്കും. 2 സൈഡിലും കാട് പിടിച്ച് കിടക്കാണ്. പക്ഷെ ആ കാട്ടിനകത്ത് നിറയെ ബെറീസ് ഉണ്ട്, അതുപോലെ തന്നെ കുറെ ഫ്ലവേഴ്സും ഉണ്ട്. സോ ഞങ്ങൾ അതുവഴി നടന്നുകൊണ്ടേയിരുന്നു. ഇത് എവിടെ പാർക്കിന്റെ ഏത് സൈഡിലേക്കാണ് ഇത് ചെന്ന് ചേരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. സോ ആദ്യമായിട്ടാണ് നമ്മൾ ആ ഒരു സ്ഥലം അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഇൻസെക്ട്സും അതുപോലെ തന്നെ ഫ്രോഗ്, പിന്നെ അവിടെ മുള്ളംപന്നി ഉണ്ട്, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അതൊക്കെ വായിച്ച് അതിനകത്തൂടെ നടന്ന്. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു അതിനകത്ത്. രാവിലെ ആയിട്ട് നല്ല ഇരുട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അതിൽ കൂടെ നടന്ന് അവസാനം പാർക്കിന്റെ വേറൊരു സൈഡിലേക്ക് അത് നമ്മൾ എത്തിച്ചേരുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ പാർക്കിൽ പോയിട്ട്. ഇത്രയും നാൾ ഇവിടെ പോയിട്ടും ഇങ്ങനൊരു സ്പോട്ട് അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും നമ്മൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി. Is calling out my name. The waves are crashing gently, and the breeze is blowing through my hair. Summer